ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിൻ, ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച കോവിഷീൽഡ് എന്നീ 2 കോവിഡ് വാക്സിനുകൾക്ക് രാജ്യത്ത് അനുമതി. രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയ 2 വാക്സിനുകളും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് എന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ മെട്രോളജി കോൺക്ലേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96% മുകളിൽ. കേരളത്തിൽ ഇന്നലെയും രോഗബാധിതരുടെ എണ്ണം 5000 കടന്നു. പ്രതിരോധ കുത്തിവയ്പിന് കേരളം പൂർണ്ണ സജ്ജമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഈ മാസം 16-ന് തുടക്കമാകും. തോമസ് വിന്റർബർഗിന്റെ അനദർ റൌണ്ട് ഉദ്ഘാടന ചിത്രം. വാർത്തകൾ വിശദമായി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് പ്രതിരോധ വാക്സിനായ കോവാക്സിന് ഡ്രഗ്സ് കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചു. വാക്സിന്റെ നിയന്ത്രിത ഉപയോഗത്തിന് വിദഗ്ധ സമിതി ശുപാർശ നൽകിയതിനെ തുടർന്നാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ. ICMR-ഉം ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിനും ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രാസെനക്കയുമായി ചേർന്ന് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡിനുമാണ് ഡ്രഗ്സ് കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചത്. ഇരു വാക്സിനുകളും അടിയന്തര ഘട്ടത്തിൽ നിയന്ത്രിതമായി വിതരണം ചെയ്യാൻ വിദഗ്ധ സമിതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ജനിതക മാറ്റം വന്ന വൈറസിന്റെ വ്യാപനത്തെ തുടർന്ന് മുൻകരുതൽ എന്ന നിലയ്ക്ക് വാക്സിൻ വിതരണത്തിന് അനുമതി നൽകാനാണ് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തത്. ഇതോടെ US, UK തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് ശേഷം വാക്സിൻ വിതരണത്തിന് അനുമതി നൽകുന്ന രാജ്യമായി ഇന്ത്യ മാറി. അതേസമയം 4 വാക്സിനുകൾ പ്രവർത്തന ഘട്ടത്തിലേക്കടുക്കുന്ന ഒരേയൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഇന്നലെ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയ 2 വാക്സിനുകളും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് എന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാശ്രയ ഇന്ത്യ എന്ന സ്വപ്നം നിറവേറ്റാനുള്ള ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തിന്റെ അഭിനിവേശമാണ് ഇത് കാണിക്കുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കോവിഡ്-19-നെതിരായ ശക്തമായ പോരാട്ടത്തിൽ നിർണായക വഴിത്തിരിവാണിത്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഭാരത് ബയോടെക് എന്നിവയുടെ വാക്സിനുകൾക്ക് DCGI അനുമതി നൽകുന്നത് ആരോഗ്യകരവും കോവിഡ് രഹിതവുമായ രാജ്യത്തിലേക്കുള്ള യാത്ര വേഗത്തിലാക്കാൻ സഹായിക്കും. കഠിനാധ്വാനികളായ ശാസ്ത്രജ്ഞരെ അദ്ദേഹം അഭിനന്ദനം അറിയിച്ചു. രാജ്യത്ത് പരമ്പരാഗതവും ആഭ്യന്തരവുമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള നൂതന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. ഒഡീഷയിലെ IIM സാമ്പൽപൂരിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വികസന കുതിപ്പിൽ പിന്തള്ളപ്പെട്ടവരെ കൂടി മുഖ്യധാരയിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമാണ് രാജ്യത്തിന്റെ വികസനം പൂർണ്ണമാകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ മെട്രോളജി കോൺക്ലേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. ദേശീയ അറ്റോമിക് ടൈം സ്കെയിലും ഭാരതീയ നിർദ്ദേശക് ദ്രവ്യയും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ദേശീയ പരിസ്ഥിതി സ്റ്റാൻഡേർഡ് ലബോറട്ടറിക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. കേന്ദ്രമന്ത്രി ഹർഷവർദ്ധനും ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 2.8 നാനോ സെക്കൻഡിന്റെ കൃത്യതയോടെ സൃഷ്ടിക്കുന്നതാണ് ദേശീയ അറ്റോമിക് ടൈം സ്കെയിൽ. അന്താരാഷ്ട്ര നിലവാരമനുസരിച്ച് ലബോറട്ടറികളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതാണ് ഭാരതീയ നിർദ്ദേശക് ദ്രവ്യ. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ ചൊവ്വാഴ്ച രാവിലെ 11-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. 450 കിലോമീറ്റർ നീളത്തിൽ സ്ഥാപിച്ച പൈപ്പ് ലൈൻ കൊച്ചിയിലെ പ്രകൃതിവാതക ടെർമിനലിൽ നിന്നും എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾ വഴി മംഗലാപുരം വരെ പ്രകൃതിവാതകം എത്തിക്കും. കോവിഡ് കാലത്ത് ഏറ്റവും ശ്രദ്ധേയരായ ലോക നേതാക്കളെ കണ്ടെത്താനുള്ള സർവേയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നാമതെന്ന് അമേരിക്കൻ ഗവേഷണ സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ട്. US, ജപ്പാൻ, ബ്രസീൽ തുടങ്ങിയ 13 രാജ്യങ്ങളിലായാണ് സർവേ നടന്നത്. ശ്രീ മോദിക്ക് 55% റേറ്റിംഗ് ലഭിച്ചതായി സർവേ സൂചിപ്പിക്കുന്നു. സമരം ചെയ്യുന്ന കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന 7ാം വട്ട ചർച്ച നാളെ ന്യൂഡൽഹിയിൽ നടക്കും. 6ാം വട്ട ചർച്ചയിൽ കർഷകരുടെ 2 ആവശ്യങ്ങളിൽ ധാരണയായിരുന്നു. കേന്ദ്രമന്ത്രിമാരായ നരേന്ദ്രസിംഗ് തോമറും പീയൂഷ് ഗോയലുമാണ് കഴിഞ്ഞ ചർച്ചകളിൽ പങ്കെടുത്തത്. 41 കർഷക സംഘടനകളും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു.
തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ മാതൃകയിൽ ബൂത്ത് അടിസ്ഥാനത്തിലാണ് സാർവത്രിക കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ വ്യക്തമാക്കി. സാർവത്രിക കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നടപ്പാക്കാൻ വിദഗ്ധരെ പരിശീലിപ്പിച്ചു വരുന്നതായും അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചു. സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് അരുണാചൽ പ്രദേശിലെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന കരസേന, ഇൻഡോ ടിബറ്റൻ അതിർത്തി പോലീസ്, സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സ് ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ചർച്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. രാജ്യത്തെ 125 ജില്ലകളിലായി 286 സ്ഥലങ്ങളിൽ കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട ഡ്രൈ റൺ വിജയകരമായി പൂർത്തീകരിച്ചു. ഓരോ ജില്ലകളിലെയും തിരഞ്ഞെടുത്ത 3 സ്ഥലങ്ങളിലെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലും മെഡിക്കൽ കോളേജുകളിലും സ്വകാര്യ ആശുപത്രികളിലുമായിരുന്നു ഡ്രൈ റൺ സംഘടിപ്പിച്ചത്. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന് മുന്നോടിയായി നടപടിക്രമങ്ങൾ പരീക്ഷിക്കുന്ന ഡ്രൈ റൺ കേരളത്തിൽ ഇന്നലെ വിജയകരമായി പൂർത്തിയാക്കി. ഇതോടെ കുത്തിവയ്പ്പിന് സംസ്ഥാനം പൂർണ്ണമായും സജ്ജമായി. കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശമനുസരിച്ചുള്ള മുൻഗണനാ പട്ടിക പ്രകാരം വാക്സിൻ നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. കേരളത്തിൽ ഇന്നലെ 5328 പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. 4985 പേർ രോഗമുക്തി നേടി. ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 7 ലക്ഷം കടന്നു. 65374 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് ഇതുവരെ 3116 പേർക്കാണ് കോവിഡ് മൂലം ജീവൻ നഷ്ടമായത്. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 96.16% ഉയർന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് രോഗമുക്തരായവരുടെ എണ്ണം 99,27,310 2,47,220 സജീവ കോവിഡ് കേസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ രാജ്യത്ത് 18,177 പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,03,00,000 കവിഞ്ഞു. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8,49,00,000 പിന്നിട്ടു. ഇതിൽ 6,96,000-ലധികം പേർ രോഗമുക്തി നേടി. 18 ലക്ഷത്തിലധികം പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. 2,30,00,000-ലേറെ ആളുകളാണ് നിലവിൽ ചികിത്സയിലുള്ളത്. അതിവേഗത്തിൽ വ്യാപിക്കുന്ന കോവിഡ്-19 വകഭേദം കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയ ഇന്ത്യ UK വിമാന സർവീസ് പുനരാരംഭിക്കുന്നു. ഇന്ത്യയിൽ നിന്നും UKയിലേക്കുള്ള വിമാന സർവീസുകൾ ജനുവരി 6 മുതൽ ആരംഭിക്കും. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ ജനുവരി 8 മുതലായിരിക്കും പുനരാരംഭിക്കുക. സൗദി അറേബ്യ ഏർപ്പെടുത്തിയ താൽക്കാലിക യാത്രാവിലക്ക് പിൻവലിച്ചു. ബ്രിട്ടനിൽ ജനിതക മാറ്റം സംഭവിച്ച കോവിഡിന്റെ വ്യാപനം കണ്ടെത്തിയതിനെ തുടർന്ന് ഡിസംബർ 20 മുതൽ സൗദിയിലേക്ക് പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് കര, വ്യോമ, നാവിക അതിർത്തികളും സൗദി അടച്ചിരുന്നു. വിലക്ക് പിൻവലിച്ചതോടെ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഇന്നു മുതൽ പുനരാരംഭിക്കും. 51ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഈ മാസം 16-ന് തുടക്കമാകും. തോമസ് വിന്റർബർഗിന്റെ അനദർ റൌണ്ടാണ് മേളയിലെ ഉദ്ഘാടന ചിത്രം. സന്ദീപ് കുമാറിന്റെ മെഹറുന്നീസ മേളയിൽ പ്രദർശിപ്പിക്കും. 24-ന് കിയോഷി കുറസോവയുടെ വൈഫ് ഓഫ് എ സ്പൈ എന്ന ചിത്രത്തോടെ ഗോവ ചലച്ചിത്രമേളയ്ക്ക് തിരശ്ശീല വീഴും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സാധാരണ പോലെ ഇക്കുറി IFFK സംഘടിപ്പിക്കാനാകില്ലെന്ന് മന്ത്രി AK ബാലൻ. IFFK 4 നടത്തുന്നത് ശരിയായ തീരുമാനമാണെന്നും മന്ത്രി പറഞ്ഞു. മേള തിരുവനന്തപുരത്ത് നിന്നും മാറ്റാൻ ഉദ്ദേശമില്ല. തിരുവനന്തപുരം തന്നെയാകും സ്ഥിരം വേദിയെന്നും മന്ത്രി വ്യക്തമാക്കി. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5-ന് ഈസ്റ്റ് ബംഗാൾ ഒഡീഷയെ നേരിടും. രാത്രി 7:30-ന് ATK മോഹൻ ബഗാൻ നോർത്ത് ഈസ്റ്റുമായി ഏറ്റുമുട്ടും. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇന്ത്യൻ മുൻ ക്യാപ്റ്റനും BCCI അധ്യക്ഷനുമായ സൌരവ് ഗാംഗുലിയുടെ നില തൃപ്തികരമാണെന്ന് കൊൽക്കത്തയിലെ വുഡ്ലാൻഡ് ആശുപത്രി അധികൃതർ അറിയിച്ചു. നേരിയ ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയാണ് അദ്ദേഹത്തെ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിൻ, ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച കോവിഷീൽഡ് എന്നീ 2 കോവിഡ് വാക്സിനുകൾക്ക് രാജ്യത്ത് അനുമതി. രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയ 2 വാക്സിനുകളും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് എന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ മെട്രോളജി കോൺക്ലേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96%-ന് മുകളിൽ. കേരളത്തിൽ ഇന്നലെയും രോഗബാധിതരുടെ എണ്ണം 5000 കടന്നു. പ്രതിരോധ കുത്തിവയ്പ്പിന് കേരളം പൂർണ്ണ സജ്ജമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഈ മാസം 16-ന് തുടക്കമാകും. തോമസ് വിന്റർബർഗിന്റെ അനദർ റൌണ്ട് ഉദ്ഘാടന ചിത്രം. വാർത്തകൾ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.